ബെസ്റ്റ്, അത് ബെസ്റ്റ്. എടാ അവളുടെ അപ്പം കുര്യൻ ഇവളെ ഡിഗ്രിക്കും പ്രീ ഡിഗ്രിക്കും ഡിഗ്രിക്കും ചേർത്ത് 5 വർഷം പുറകെ നടന്ന് പ്രേമിച്ചതാ. എന്നിട്ട് ഇവൾ അവനെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാഞ്ഞതും പോരാഞ്ഞിട്ട് അവന്റെ അപ്പനെയും കൂട്ടി അവൻ പെണ്ണ് ചോദിക്കാൻ ഇവളുടെ വീട്ടിൽ ചെന്നപ്പം നിന്റെ അപ്പൻ എന്നാടി പറഞ്ഞേ? പുത്തൻ പണക്കാരനെന്ന്. അതിന്റെ ചൊരുക്ക് അവന്റെ മനസ്സിൽ ഇപ്പോഴും കാണും. പോയി ചായ, അതൊക്കെ പണ്ടത്തെ കാര്യമല്ലേ. അതൊക്കെ ഇപ്പൊ ആരാ മനസ്സിൽ വെച്ചോണ്ടിരിക്കുന്നത്? മനസ്സിൽ വെക്കാഞ്ഞിട്ടാണോ അവന് കൊച്ചുണ്ടായപ്പോ നിന്റെ പേര് തന്നെ ഇട്ടത്? ഓ, നിങ്ങൾ രണ്ടാളും കൂടെ തല്ല് പിടിക്കണ്ട. അവളല്ലേ എനിക്ക് സെറ്റ് ആവത്തില്ല. എന്നാടാ അവക്ക് കുഴപ്പം? ഓ, അവളുടെ തോട്ടിക്കോല് പോലത്തെ പോക്കോ വളവളാന്നുള്ള വർത്തമാനോ പോരാതിനൊരു പേര് അന്ന. പേരിന് എന്നാടാ കുഴപ്പം? ആ, ഇത് തന്നെ കുഴപ്പം. അന്നേന്ന് വിളിച്ചാൽ അവളും നോക്കും അമ്മയും നോക്കും. ഫുൾ കൺഫ്യൂഷൻ. അവനൊന്നും ശരിയാകത്തില്ല. അവനെയാണ് ആലോചിക്കുന്നെങ്കിൽ അതിനേക്കാളും ഭേദം ആ ജോസൂട്ടിയല്ലേ. ഒന്നുമല്ലേലും അവൻ ആ സാരിയുടെ പരസ്യം എത്ര ഭംഗിയായിട്ടാ ചെയ്തത്. നിങ്ങൾ പിന്നെ ആ സാരി പൊക്കി പിടിച്ചോണ്ട് വന്നോ? ഇതങ്ങനെയാണോ? അവൻ എന്നെ ചൊറിചുറുക്ക. പിന്നെ ആ പേരും ഈശോ. പിന്നെ പേര് ഈശോ, സ്വഭാവം യൂദാസിന്റെയും. ആ ഓഫീസിന്റെ കാര്യം ഞാൻ ചോദിച്ചപ്പോ അവൻ എന്നാ പറഞ്ഞേ? കക്കൂസ് കഴിയുന്ന കമ്പനിയാണെന്നല്ലേ? അത് ശരിയാപ്പാ. അവനപ്പനെ കാണുമ്പോഴതാ ഒരു ചൊറിച്ചില്. അവൻ ആരാന്ന് അവന്റെ വിചാരം? അവന്റെ ഒരു കൊമ്പിക്കുന്നേൽ അഡ്വർടൈസിംഗ് കമ്പനി. പോയി പണി നോക്കാൻ പറ. പിന്നെ അവൻ അല്ലേലൊരു എല്ല് കൂടുതലാ.